എന്നാൽ മാരുതി മാത്രം എന്തുകൊണ്ട് ഇത്രയും താമസിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് കറക്റ്റ് ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. അതായത് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് സ്വിച്ച് അവർ ഇപ്പോഴും, അതുപോലെ തന്നെ ഈ വിറ്റാറയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കിറ്റ്, ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ തുടക്കത്തിൽ മാരുതിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അന്നേരം പലർക്കും ഒരു സംശയം തോന്നും, ഇവൻ എന്നെ ഈ മാരുതിയെക്കുറിച്ച് ഇത്രയും പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മാരുതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം കംപ്ലയിൻസ് EV വാഹനത്തിന് വരുന്നത്? ഒരു സ്ഥലത്തും നമുക്ക് ഇതിൻ്റെ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇതുകൊണ്ടൊന്നും കാര്യം തീർന്നില്ല. അതെ, ഇത് കണ്ടോ, നമുക്ക് ഈ സീറ്റിനെ ഇതിൻ്റെ കീയുടെ കാര്യം കൊണ്ടൊന്ന് പറയാം. കീ നമ്മൾ നല്ല കണ്ടു പരിചയമുള്ള പല വാഹനങ്ങളും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാതെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുണ്ട്. ഇത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ പലപ്പോഴും കൈ പിടിക്കാതെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വഴിയിൽ വാഹനമില്ല എന്നാലും ഓക്കെ, ബട്ട് എത്രത്തോളം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ വിറ്റാറയാണ്. അതായത് ഒരുപാട് നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്ന ഈ വിറ്റാറ. എനിക്കിതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചായിരുന്നു. അതായത് നമ്മുടെ സായി നെക്സ തെള്ളകത്ത് നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ഈ ഫംഗ്ഷനിൽ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഇന്നോഗ്രേഷനും കാര്യത്തിനൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത്. പലരുടെയും മനസ്സിലൊരു സംശയമാണ്, ഇത്രയും അധികം EV വാഹനങ്ങൾ നമ്മുടെ റോഡുകളിൽ ഓടുന്നുണ്ട്, എന്നാൽ മാരുതി മാത്രം എന്തുകൊണ്ട് ഇത്രയും താമസിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് കറക്റ്റ് ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. അതായത് നമ്മൾ പലപ്പോഴും പല EV വാഹനത്തിൻ്റെ കംപ്ലയിൻസിനെ കുറിച്ച് വീഡിയോസും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം കംപ്ലയിൻസ് EV വാഹനത്തിന് വരുന്നത്? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ മാരുതിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ വാഹനം ഓടിച്ചങ്ങോട്ട് ഇറക്കി പെട്ടെന്നുള്ള കസ്റ്റമേഴ്സിന് വിറ്റ് കൊടുത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം മാത്രം, വാഹനം ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് ഈ വാഹനം യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിക്കുള്ള കംപ്ലയിൻസോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും അധികം ഈ വാഹനം ഡിലേ വന്നതിൻ്റെ പ്രധാന കാര്യം. കാരണം ഇവിടെ തന്നെ ഒരുപാട് പേര് ഈ വാഹനം ഡ്രൈവ് ചെയ്ത് ഇതിന് വരാൻ സാധ്യതയുള്ള കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ വലിച്ചു നീട്ടാതെ ഈ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഇതിൻ്റെ വാക്ക് റൗണ്ട് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയേക്കാം. ഈ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലായി, ഫ്രണ്ട് ഡിസൈൻ എൻറ്റയർലി മാരുതിയോ സുസുക്കിയോ ആണെന്നേ നമ്മൾ പറയത്തില്ല. കാരണം അവരുടെ ഒരു ഡിസൈൻ ഫീച്ചേഴ്സ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈ ഷേപ്പ് പോലെ ഇരിക്കുന്നെങ്കിൽ പോലും മാരുതി ഇത് അവകാശപ്പെടുന്ന 3 ഡോട്ട് മെട്രിക്സ് ടൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് 3 ഡോട്ടുകൾ 1, 2 and 3 അങ്ങനെ 3 ഡോട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പാർക്കിംഗ് സെൻസർ കാണാൻ സാധിക്കും. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സുസുക്കിയുടെ വലിയൊരു ലോഗോ കാണാൻ സാധിക്കും. ഒരു ഡയമണ്ട് ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനിലാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കണക്റ്റഡ് ഹെഡ്ലൈറ്റ് തോന്നിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഹെഡ്ലൈറ്റിനോട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു ഗ്രില്ലെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാം ക്ലോസ്ഡ് ഏരിയ ആണ്. താഴെ മാത്രമുള്ള നമുക്ക് ഓപ്പൺസ് കാണാൻ സാധിക്കത്തുള്ളൂ. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. റഡാർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അഡാസിൻ്റെ ക്യാമറ യൂണിറ്റും കാണാൻ സാധിക്കും. തൊട്ടിപ്പുറേ നമ്മുടെ റെയിൻ സെൻസർ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓട്ടോ വൈപ്പേഴ്സ് വരുന്നതിൻ്റെ റെയിൻ സെൻസറാണ്. തൊട്ട് താഴെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഷട്ടറാണത് ഞാൻ ഈ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എയറോഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂളിങ്ങിൻ്റെ ഫീച്ചർ ആവശ്യം വരുന്നില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാൻ സാധിക്കും. ഒരു 2 ഇഞ്ചിൻ്റെ LED ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ചെറിയ സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. ഏറ്റവും അധികം എനിക്ക് പറയാനുള്ളത്, നല്ലൊരു മസ്കുലർ ഷേപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം എല്ലാം പവർ ബൾജ് പോലെ തന്നെ പുറത്തോട്ട് ഇരിക്കുകയാണ്. ഹുഡ് ഏരിയ കാണുകയാണെങ്കിലും നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനും ഇവിടെ ഒരു ചെറിയൊരു സ്കൂപ്പ് ഏരിയാസും ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എയറോഡൈനാമിക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു രീതിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ക്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം നേരെ ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു വലിയ ക്ലാഡിങ് ഏരിയ തന്നെ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു SUV തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു AC ചാർജിങ്ങും ഒരു DC ചാർജിങ്ങും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ വലിയൊരു ടയർ ഏരിയയാണ്. നമുക്കിവിടെ കിട്ടുന്നത് 225, 55, R18 ടയർ സൈസ് വരുന്നത്. നമുക്കിവിടെ ടയർ സൈസ് 18 ഇഞ്ചാണ് വരുന്നത്. എന്നാൽ പുറത്തോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് 19 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അലോയ് വീലിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്റ്റൽ കട്ട് അലോയ് ആണ്. അതിൽ എയറോ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എയറോഡൈനാമിക് ആക്കാനും അതിൻ്റെ ഹീറ്റ് കളയാനും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നതിൻ്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്ലാഡിങ് ഏരിയാസ് എല്ലാം നമ്മുടെ ഡോറിൽ കൂടെ അങ്ങ് ബാക്ക് വരെ പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ബ്രേക്ക് ഡിസ്കുകൾ തന്നെയാണ് കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെ പവർ കുറച്ച് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു EV ആയതുകൊണ്ട് തന്നെ നല്ല പവറാണ് ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പ്രത്യക്ഷത്തിൽ വലിയൊരു മാറ്റമൊന്നും തോന്നിക്കുന്നില്ല. കാരണം നമ്മുടെ മിറർ ഏരിയ അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സുകളെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ടിൻറ്റഡ് ഗ്ലാസ്സുകളാണ് ഇവിടെ വരുന്നത്. UV കട്ട് ഉള്ള ഗ്ലാസ്സസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡോർ ഹാൻഡിൽസിൽ റിക്വസ്റ്റ് സ്വിച്ച്, എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് സ്വിച്ച് അവർ ഇപ്പോഴും ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലരും കോസ്റ്റ് കട്ടിങ് നോക്കുന്ന ഒരു ഭാഗത്താണ് നമുക്കിവിടെ മാരുതി ഇപ്പോഴും 2 സൈഡിൽ റിക്വസ്റ്റ് സ്വിച്ച് കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ നമുക്കിത് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരുന്ന കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെയൊക്കെ ആ ഒരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കുന്ന പോലെ ഇവിടെ മേളിൽ നിന്നാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്തോട്ട് ഹാൻഡിൽസ് ഇല്ല. ഇവിടെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പവർ ബൾജ് പോലെ അല്ലെങ്കിൽ ഒരു മസ്കുലർ ഷേപ്പ് പോലെ തന്നെ പുറത്തോട്ട് ചാടിയാണ് ഇത്രയും ഒരു പോർഷൻ വരുന്നത്. ആ ക്ലാഡിങ്സ് എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർ പാനൽ വഴി നേരെ ബാക്കിലത്തെ ബമ്പറിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ തൊട്ട് തുടങ്ങും നമ്മുടെ ടെയിൽ ലൈറ്റ്. അതായത് റിയർ ടെയിൽ ലൈറ്റ് വരുന്നതും ഫ്രണ്ടിലത്തെ സെയിം റിസംബലൻസ് പോലെ തന്നെയാണ്. 3 ഡോട്ട് ടൈപ്പ് മെട്രിക്സ് ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1, 2, 3 അങ്ങനെ 3 ഡോട്ട്സ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം വരുന്ന LED തന്നെയാണ്. നമ്മുടെ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും വരുന്ന ഇൻഡിക്കേറ്ററും റിവേഴ്സും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗം ഇത് ഫുള്ള് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്റ്റലിനകത്ത് ഇരിക്കുന്ന ഫീല് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് നമുക്ക് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു ക്രിസ്റ്റൽ ഏരിയ ആണ്. ഇതിനകത്താണ് നമ്മുടെ LED ലൈറ്റ്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും ഈ പറയുന്ന ഒരു ലൈറ്റ് യൂണിറ്റ്സ് കാണാം. അതിനുള്ളിലാണ് LED ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും ഭാഗം ഒരു കണക്റ്റഡ് ലൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഇവിടെ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് അല്ല നമുക്ക് കിട്ടുന്നത്. ആകെപ്പാട് ഈ ഒരു പോർഷനിൽ മാത്രമാണ് നമുക്ക് ലൈറ്റ് ഏരിയ കിട്ടുന്നത്. പക്ഷേ ഇത്രയും ഭാഗം ഏകദേശം ഒരു ഇൻ്റഗ്രേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. തൊട്ട് താഴെയായിട്ട് സുസുക്കിയുടെ ലോഗോയും ഈ വിറ്റാറ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബ്ലൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നല്ല രസം തോന്നുന്നുണ്ട്. ഈ വിറ്റാറ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലും നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 4 എണ്ണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ആ ഒരു ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലെ ഈ ഒരു ഡിസൈനും കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ, റിയർ ഡിഫോഗ്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഈ കാണുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാൻ സാധിക്കും. ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഏതായാലും ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പോർഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു ക്ലാഡിംഗ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈബർ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ വരുന്നുണ്ട്. 2 ലൈസൻസ് ലാമ്പ് കാണാൻ സാധിക്കും. അത് LED ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിക്വസ്റ്റ് സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിന് 3 റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഒരു രീതിക്കും കോസ്റ്റ് കട്ടിങ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഡ്രൈവർ സൈഡിൽ റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ട്, ഡ്രൈവർ സൈഡിൽ റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ട്, ബാക്കിലും റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇനി റിക്വസ്റ്റ് സ്വിച്ച് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കീ ഫോബ് നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വാഹനം ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ലോക്ക് ചെയ്യാനും സാധിക്കും. ഇത് ഈ ബട്ടൺ മാത്രമല്ല, റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഏത് ബട്ടൺസ് വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബൂട്ട് സ്പേസിലോട്ട് വരുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 238 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറയുന്നത്. പക്ഷേ ഏകദേശം 300 തൊട്ട് 309 ലിറ്റർ വരെ ഇത്
ഇത് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം നമുക്ക് അകത്തിരിക്കുന്ന സമയത്ത് അതുപോലെ കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ നമുക്ക് സീറ്റ് ഇടാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഈ വിറ്റാറയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചാർജിങ് യൂണിറ്റും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹോം ചാർജേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 kWh ചാർജിങ് യൂണിറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഗണ്ണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. വേണ്ടേ, ഇവിടെ നമുക്ക് ഒരു നോർമൽ പോർട്ടബിൾ ചാർജറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെയർ ടയർ കാണാൻ സാധിക്കും. അതൊരു ഫുൾ സൈസ് സ്പെയർ ടയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നോർമൽ 225/55R18 225/55R18 അതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ടയർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പല കമ്പനീസും ഇപ്പം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ ടയർ ഒഴിവാക്കിയിട്ട് പഞ്ചർ കിറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു കാര്യത്തിലും പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ട്രെയും ഇതുപോലെ തന്നെ പൊക്കി എടുത്തേച്ചും നമുക്ക് ടയർ മാറേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കങ്ങനെ മാറാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടയർ കാണാൻ സാധിക്കും. അതിൻ്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടൂൾ കിറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഇൻഫിനിറ്റിയുടെ സബ്വൂഫറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ തൂക്കിയിടാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ LED ലൈറ്റാണ് കിട്ടുന്നത്. ഞാൻ പല വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ് LED ലൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ലെന്നുള്ള. മാരുതി ഏതായാലും വലിയ കാര്യമായിട്ട് തന്നെ അവിടെ LED കൊടുത്തത് നന്നായി. ശരിക്കും പറഞ്ഞാൽ പവർ സേവിങ് കാര്യം കൂടെ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ അതിലോട്ട് ഇടാനും പറ്റും. അതുപോലെ തന്നെ നല്ലൊരു പാർസൽ ട്രേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് അത്യാവശ്യം വൈഡാണ്. എന്തെങ്കിലുമൊക്കെ ഇതിന് പുറത്ത് വെക്കാനും സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ബൂട്ട് അടച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്നുള്ളത് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഡോറ് തുറക്കുമ്പോൾ ഞാൻ മെയിൻ ഒരു കാര്യം കാണിച്ചിട്ട് എന്തേ ഇത് കണ്ടാൽ ഒരിക്കലും ഇതൊരു മാരുതി വാഹനമാണെന്ന് പറയില്ല. കാരണം ഇവരുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒരു 2003 കാലഘട്ടം തൊട്ടേ ഇങ്ങനെ പോരുന്ന മിറർ അഡ്ജസ്റ്റിംഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പം ഈ ഒരു രീതിക്കാക്കിയിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം റൈറ്റ് ലെഫ്റ്റ് ഏത് മിറർ സെറ്റ് ചെയ്യണമെന്നുള്ള സെറ്റ് ചെയ്യാം. മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജോയ്സ്റ്റിക്ക്. അതുപോലെ തന്നെ മിറർ ഫോൾഡ് ചെയ്യാനും ഓട്ടോ ഇടാനും, ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അൺഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക. ലോക്ക് ആൻഡ് അൺലോക്ക്. സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾ കൂടിയിട്ട് ഞാൻ മാരുതി വാഹനത്തിൽ കയറിയിട്ട് വാഹനം ഒന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് എന്ന് എനിക്കൊരു ചിന്ത വന്നുപോയി. കാരണം കോമൺലി നമ്മൾ മാരുതിയുടെ ഏത് വാഹനത്തിൽ കയറിയാലും ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ച് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് വരും. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ തുടക്കത്തിൽ മാരുതിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അന്നേരം പലർക്കും ഒരു സംശയം തോന്നും, ഇവൻ എന്നാ ഈ മാരുതിയെക്കുറിച്ച് ഇത്രയും പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മാരുതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഞാൻ സർവീസ് അഡ്വൈസറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ടെക്നിക്കൽ സൈഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരുന്നത്. എന്നെ അറിയാവുന്നവർ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സർവീസിന് വാഹനം കൊണ്ട് തന്നിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന ടെക്നിക്കൽ സൈഡാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ മാരുതിയുടെ പ്ലാന്റിലും കാര്യങ്ങളെല്ലാം പോകാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് സർവീസ്, ഈ 2 കാര്യങ്ങൾ. കാരണം കസ്റ്റമറുടെ ഭാഗത്ത് കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് മാരുതി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കം ഇത്രയും കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. വേറെ ഒരു വാഹനത്തിനെ കുറിച്ച് ഞാനിത് പറയുമ്പോഴും ഈ ഒരു ഡെഡിക്കേഷൻ ഞാൻ അവിടെ കാണിക്കാത്തത് പല സ്ഥലങ്ങളിലും ഞാനത് കാണാറില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പവർ വിൻഡോസിൻ്റെ സ്വിച്ച് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം ഞാൻ പറയാനുള്ളത്. അതായത് എല്ലാ സ്വിച്ചുകളും 1 ടച്ച് ഡൗൺ 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. ഈ ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യാണ്. നിങ്ങൾ ഈ സൈഡിലെ ഗ്ലാസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്യാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, താന്നു. ഇനി 1 ടച്ച് അപ്പ് എങ്ങനെയുണ്ട്. അതുപോലെ എല്ലാ വിൻഡോസും നമുക്കിവിടെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണെന്ന് തന്നെ നമുക്ക് പറയാം. മാരുതി ആദ്യമായിട്ട് ഇതുപോലെ എല്ലാത്തിലും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നാൽ സന്തോഷം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹാൻഡിൽ ഏരിയയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് നമുക്കൊരു കുഷനും കൂടെ കൂടിയുള്ളൊരു ചെറിയൊരു ആം റെസ്റ്റും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഒരു മാരുതി വാഹനം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയുള്ള രീതിക്കുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്തോ സെയിം ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. അതൊരു ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ഇവിടെയൊക്കെ ഇച്ചിരി ഹാർഡ് ആണെങ്കിൽ പോലും ഇതെല്ലാം
സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് വെക്കാൻ സാധിക്കും. ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പീക്കർ യൂണിറ്റ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ തന്നെ ഇതിൻ്റെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള എത്ര കളേഴ്സ് വേണം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ട്യൂട്ടേഴ്സ് നമുക്ക് പൊതുവേ കാണുന്ന ഇവിടെയാണ്. എന്നാൽ ഈ പ്രാവശ്യം അത് ഇങ്ങോട്ട് മാറ്റി ഈ ഒരു പോർഷനിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊരു ഗൺ മെറ്റൽ ടൈപ്പ് കളറും അതുപോലെ തന്നെ AC വെൻസിൻ്റെ ഡിസൈനും നമുക്കിവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു വാഹനത്തിനകത്തോട്ട് കയറിയിരിക്കുന്ന സമയത്ത് നമുക്കിതൊരു മാരുതിയുടെ വാഹനമാണോ എന്നുള്ളൊരു സംശയം തോന്നിപ്പോവും. കാരണം അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ഇതേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ സാധിക്കും ഇതൊരു മാരുതി വാഹനമാണോ. പ്രത്യേകിച്ച് ഈ ഒരു സെൻട്രൽ കൺസോൾ, ഈ ഒരു ഡ്യുവൽ ടൈപ്പ്, അതായത് മേളിലും താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷനൊക്കെ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഭാഗം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡ്രൈവർ സൈഡിലെ സീറ്റ് നമുക്ക് 10 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പാണ് കിട്ടുന്നത്. നമ്പർ സപ്പോർട്ടും കൂടെ ചെയ്യാൻ സാധിക്കും. അതെ, ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മുടെ നമ്പർ സപ്പോർട്ട് കൂട്ടുക, ഇനി അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഗുണം പറയുമ്പോൾ ഒരു ചെറിയൊരു ദോഷം കൂടെ പറയണ്ടേ. നമുക്കിവിടെ മെമ്മറി ഫംഗ്ഷൻ സീറ്റിന് വരുന്നില്ല. അതായത് ഓരോ തവണ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സ്റ്റിയറിംഗ് വീല് മാരുതിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് വീല് ഫസ്റ്റ് ടൈം തന്നെയാണ്. അതൊരു D ഷേപ്ഡ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് D ഷേപ്ഡ് സ്റ്റിയറിംഗ് വീല് കിട്ടുന്നത്. റൈറ്റിലെ കൺട്രോൾസ് എല്ലാം നമുക്ക് അഡാസിൻ്റെ ഫീച്ചറാണ് കിട്ടുന്നത്. അതായത് അഡാസ് ലെവൽ 2 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഫ്രണ്ടിൽ റഡാറിൻ്റെ കാര്യം പറഞ്ഞു, ക്യാമറയുടെ കേസും നമ്മൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേളിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫുള്ള് നമുക്ക് കിട്ടുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് 10.23 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്റർ ആണ്. ഇത്രയും പോർഷൻ ജസ്റ്റ് ഒരു വീതി അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാം. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിഷന്, നമുക്ക് കാഴ്ചയ്ക്ക് ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ചെയ്തു തരത്തില്ല. വളരെ കൃത്യമായിട്ട് എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു റിഫ്ലക്ഷൻ അതിലോട്ട് അടിക്കുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു റിഫ്ലക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം അതുപോലെ ഗ്ലോസിയാണ് ഈ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ. അതുപോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം പണ്ടൊക്കെ മാരുതിയുടെ വാഹനം നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ സ്വിച്ചസ് ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ. ഇപ്പം അതെല്ലാം മാറി, ഫിസിക്കൽ സ്വിച്ചസ് മാറി. പല കാര്യത്തിനും ഫിസിക്കൽ സ്വിച്ചസ് ഇപ്പോൾ കൊടുക്കാറ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. കാരണം സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പലരും സംശയം ചോദിക്കുമായിരിക്കും. ഇതിൻ്റെ സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, പക്ഷേ ഒരു സ്ഥലത്തും നമുക്ക് ഇതിൻ്റെ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഈ സീറ്റിൻ്റെ വെന്റിലേഷൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതായത് എൻ്റെ ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്താണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. സീറ്റ് വെന്റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ AC 3-ലാണ് അതിൻ്റെ സ്പീഡ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ ഓഫ് ആയിട്ടുണ്ട്. ഇതും ഓഫാണ്. അപ്പം നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ഈ കൊടുത്തിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ്. ഞാൻ ഡ്രൈവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊന്നും വർക്ക് ചെയ്യാത്തത്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രൂസ് കൺട്രോളും ലെയിൻ കീപ്പ് അസിസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചർ ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോയിസ് കമാൻഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വോയിസ് കമാൻഡ് വേണമെങ്കിൽ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, മേക്ക് എ കോൾ, കോൺടാക്ട്, പ്ലേ ദ സോങ്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തേക്കാം. ശരി, അപ്പോൾ അത് മാറി. ഇനി ബാക്കിയെല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോൾ സ്വിച്ചസോ കാര്യങ്ങളൊന്നുമില്ല. അതും നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മുടെ ട്രിപ്പ് A, ട്രിപ്പ് B ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. നാവിഗേഷന് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ USB കണക്റ്റ് ആയിട്ടില്ല. ഒന്നുകൊണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ചിലോട്ട് പോകാം. കോമ്പിനേഷൻ സ്വിച്ചസ് ഒക്കെ സെയിം ആണ്, ഒരു രീതിക്കുള്ള മാറ്റമില്ല. മാരുതിയുടെ അതേ സെയിം കോമ്പിനേഷൻ സ്വിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പാർക്ക് ഹെഡ്ലൈറ്റ് ഓൺ, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വൈപ്പേഴ്സിൻ്റെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് നോക്കാം. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഹോം സ്ക്രീൻ ഇതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡിവൈസ് ഒന്നും കണക്റ്റഡ് അല്ലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് വെന്റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി AC-യുടെ കൺട്രോൾസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുക,
ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ഇവിടെ ഫിസിക്കൽ സ്വിച്ച് ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു കാരണവശാലും AC ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇവിടെ മാത്രം കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ AC ഫുൾ കൺട്രോൾസ് നമുക്ക് ഈ ഒരു പാനലിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓട്ടോ മോഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓട്ടോ മോഡ് ഇടാം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മീഡിയ എടുത്തു കഴിഞ്ഞാൽ USB, അതുപോലെ FM, റേഡിയോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഹോം എടുത്തു, ഒന്നുകൂടെ വെഹിക്കിൾ എടുത്തു. വെഹിക്കിളിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ 33% ഉണ്ട്. ഡ്രൈവിംഗ് റേഞ്ച് 143 കിലോമീറ്റർ ആണ്. നമുക്ക് എനർജി ഫ്ലോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റും. ടയർ പ്രഷർ വിൽ ബി ഡിസ്പ്ലേഡ് വൺസ് യു സ്റ്റാർട്ട് ഡ്രൈവ് ആയിട്ട് കാണിക്കുന്നത്. EVസിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീജനറേഷൻ എത്രയാണ്, ചാർജ് എത്രയാണെന്നൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അഡാസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡ്യുവൽ സെൻസർ ബ്രേക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണുള്ളത്, ഡ്യുവൽ സെൻസർ നമുക്കിപ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്തിരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് കണ്ടീഷനിൽ അതൊക്കെ പാടാണ്. ലെയിൻ ഡിപ്പാച്ചറോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. മോണിറ്റർ നമുക്ക് അത്യാവശ്യമാണ്. ESP, പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് ഇതിപ്പോൾ മിഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഏതൊരു രീതിക്ക് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. മിഡ് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അഡാപ്റ്റീവ് ഹൈ ബീം അസിസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇതിന് പക്ഷേ നിങ്ങൾ എപ്പോഴും ഓട്ടോ ഇട്ടിരിക്കണം, ഷാഡോ ഓൺ. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് അനുസരിച്ചാണ് ഇത് സെറ്റായി വരുന്നത്. അത് നല്ലൊരു കാര്യം. കാരണം നമ്മളിപ്പം ഹൈ ബീമിൽ പോകാനുള്ള ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആകുന്നതായിരിക്കും. അത് നമുക്കൊരു ഗുണം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ മാരുതി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. നമ്മുടെ നോർമൽ സ്വിച്ച് അല്ല, പക്ഷേ നല്ല കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പം ഞാൻ പാർക്കിട്ട സമയത്ത് ഇവിടെയൊക്കെ ചെറിയ ലൈറ്റ് ലിറ്റപ്പ് ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതും കിടുവാണ്. തൊട്ട് താഴെ വരുമ്പോൾ ഈ സ്വിച്ചസ് ഒക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്താൽ മ്യൂട്ട് ആവുന്നതായിരിക്കും. സ്പീഡ് കൂട്ടുക കുറയ്ക്കുക കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. AC ഓൺ ഓഫ്, ഇൻസൈഡ് സർക്കുലേഷൻ, ഫ്രണ്ട് ഡീഫോഗർ, റിയർ ഡീഫോഗർ, അതുപോലെ തന്നെ ACയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വയർലെസ് ചാർജിങ് പാഡ്, അതൊരു കിടു ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ റിമോട്ടിൻ്റെ കാര്യം. ഒരു രീതിക്കുള്ള വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ പറയുന്നത്. കാരണം വാഹനത്തിന് ഇത്രയും അധികം റിഫ്രഷ്മെൻറ്റ് വന്നിട്ട് പോലും ഈ ഒരു റിമോട്ടിന് വലിയ കാര്യമായിട്ടൊരു മാറ്റം വരാത്തത് ഒരു അരോചകത്വം ആയിപ്പോയി എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് പേഴ്സണലായിട്ട് പറയാനുണ്ട്. നമുക്കിതിനകത്ത് വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കാണാം. നമുക്കിവിടെ ഒരു പാർക്ക് മോഡ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനം പാർക്ക് മോഡിലാണ്, അതുകൊണ്ട് നമുക്കിവിടെ P കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പോർട്സ് മോഡ്, ഇക്കോ മോഡ്, നോർമൽ മോഡ്. അപ്പോൾ സ്പോർട്സ്, ഇക്കോ, നോർമൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ നമുക്ക് പാർക്ക് മോഡ് ഇവിടെ 1 പെഡൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ആക്സിലറേറ്ററിന് കാലെടുക്കുന്ന സമയത്ത് വാഹനം ഓട്ടോ ബ്രേക്ക് ആവുന്ന പോലെ തന്നെ കിട്ടും. സ്നോ മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്നോ മോഡ് മാത്രമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. P മോഡ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോബ് നമുക്കിവിടെ തിരിക്കാൻ സാധിക്കത്തില്ല. ഇത് താഴോട്ട് പ്രസ് ചെയ്ത് തിരിക്കണം. പക്ഷേ താഴോട്ട് പ്രസ് ചെയ്ത് തിരിക്കുന്ന സമയത്ത് ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ പാർക്ക് ബ്രേക്ക് കാണാൻ സാധിക്കും. താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസാണ്, അതും ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്താലേ റിലീസ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഹോൾഡ് ഫീച്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസിലും പറഞ്ഞിട്ടുള്ള, ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാൻ, ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടെന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഹോൾഡ് ഫീച്ചർ കൊടുത്തിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ബ്രേക്ക് ചെയ്യാണ്, 1 സെക്കൻഡ് മേളിലോട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്ത പോലെ തന്നെ, അതായത് ഇറക്കോ കയറ്റോ നിരപ്പോ ആണെങ്കിൽ തന്നെ വാഹനം അനങ്ങാതെ അതുപോലെ നിൽക്കോളും. ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് ഓട്ടോ ഹോൾഡായിട്ട് തന്നെ വാഹനം അവിടെ നിൽക്കുന്നതായിരിക്കും. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ബ്രേക്ക് റിലീസ് ആകുന്നതായിരിക്കും. അതായത് ഒരു ബ്രേക്ക് പിടിക്കുന്ന സെയിം ഫീലാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു നല്ല വൈഡ് ഏരിയ ഒരു ആംറെസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഈ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് മെക്കാനിസം ഒക്കെ മാരുതി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പലരും അവിടെ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുളമാക്കാറുണ്ട്. ഇവിടെ മാഗ്നറ്റ് ഒന്നും ഇല്ലാത്തൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്പേസും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ദേ ഇവിടെ തൊട്ട് താഴെ ഇത്രയും ഒരു വേക്കൻറ്റ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ബുദ്ധിമുട്ടാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ കോ ഡ്രൈവർ സൈഡിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഏതായാലും അപ്പുറ സൈഡിലോട്ട് ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്ക് കയറിയ സമയത്ത് ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇവിടെ നമുക്കൊരു വ്യൂ കാണാൻ സാധിക്കും. ഒരു 360 ക്യാമറ വ്യൂ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏതായാലും ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കിയാലോ.
ക്യാമറ വൈസ് ഒരു ഓക്കെ ഫീൽ, ഭയങ്കര ഒരു ഗുമെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വാഷിംഗ് പക്കയല്ലെന്നുണ്ടെങ്കിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യും. 360 ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വാഹനം കണ്ടാൽ ചെറുതാന്ന് തോന്നുമെങ്കിൽ പോലും ഇത് ചെറിയൊരു വാഹനമല്ല, അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ 2 പെഡൽസും നമുക്ക് കാണാം, ആക്സിലറേറ്ററും ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി മേലോട്ട് പോകുന്ന സമയത്ത് ഇത്ര ഒരു ഏരിയ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ 2 ക്യൂട്ട് ലൈറ്റ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ലൈറ്റ്സ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഓണായി നിൽക്കുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. SOSൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ലോക്ക്ഡ് ആണ്. ഇത് തുറന്നിട്ട് വേണം നമുക്ക് SOS എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2 മൈക്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സൺ റൂഫ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് ക്ലോസ്ഡ് ടൈപ്പ് സൺ റൂഫാണ്. ഏകദേശം ഒരു മൂൺ റൂഫ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പോലും അതുപോലെയൊക്കെ തന്നെയാണ്, ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴാണ് നമുക്ക് വെട്ടം വേണമെന്ന് തോന്നുന്നത് അന്നേരം ഓപ്പൺ ചെയ്യാം. നല്ല ഹാർഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്ന് വെയിലടിക്കുമെന്നൊന്നും ആരും തന്നെ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു മിറർ ഗ്ലാസ് കാണാൻ സാധിക്കും, പക്ഷേ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിന് വേണ്ടിയാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഈ ഒരു ബ്ലാക്ക് തീമും കാര്യങ്ങളൊക്കെ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലാക്ക് തീംസ് കുറവാണ്, കൂടുതലും ബീജ് കളേഴ്സ് ആണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബ്ലാക്ക് അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അതും ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അഡാസിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് അഡാസിന്റെ റെയിൻ സെൻസർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കാം. കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇരിപ്പ് നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ആദ്യം തന്നെ കോ ഡ്രൈവർ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോ ബോക്സ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വെട്ടം കാണാൻ സാധിക്കും, ലൈറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രട്സ് വരുന്നുള്ളതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇവന് ഇറങ്ങിപ്പോരുന്നത്. അതുകൊണ്ട് കാലിലോട്ട് വന്ന് തട്ടുന്നതും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ സ്ട്രട്ട് കാണാൻ സാധിക്കും. ഇതൊരു സ്വിച്ച് ആണ് വരുന്നത്, ലൈറ്റ് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച്. നേരെ ഇത് ക്ലോസ് ആവുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂളായിട്ട് ഇത് ഓപ്പൺ ആയി വരുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു നല്ല ഗ്ലാസ് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് എടുത്തു പറയാം വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്സിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ ഒരു ആംറസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ ഡോർ പാഡ്സ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഡിസൈൻ ആണ് കിട്ടുന്നത്, അതായത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഡിസൈൻ ആണ് കിട്ടുന്നത്. അപ്പുറം കണ്ട ഈ ഒരു സെയിം ഫീച്ചേഴ്സ്, അതിലൊന്നും വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ പോക്കറ്റ് ഹോൾഡേഴ്സും കൊള്ളാം. ഞാനിപ്പോൾ ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു പോർഷൻ ആംറസ്റ്റായിട്ട് നല്ല കാര്യമായിട്ട് തന്നെ ഇങ്ങനെ കൈവച്ചൊക്കെ ഇരിക്കാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ ടെക്സ്ചേഴ്സ് കണ്ടോ, ഈ ഒരു പോർഷൻ വന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. കാരണം കൈ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് USB-യുടെ 2 പോർഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കൊടുത്തിരിക്കുന്ന A ടൈപ്പും ഈ കൊടുത്തിരിക്കുന്ന C ടൈപ്പുമാണ്. അങ്ങനെ 2 USB പോർട്ടുകളും അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഏരിയ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് കുഷനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിലോട്ട് പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് എയർ പാസേജ് ഇതിനകത്തൂടെ വരുന്നുണ്ട്. ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്ക് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടുന്നുണ്ട്. അധികം നല്ല ഹീറ്റ് ആകത്തില്ല. ഈ സെൻട്രൽ പോർഷനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നല്ല 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലത്തെ സീറ്റിലോട്ടൊന്ന് കയറാം. ഈ ബാക്കിലത്തെ സീറ്റിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഡ്രൈവർ സീറ്റ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്രത്തോളം എനിക്ക് ലെഗ് റൂം ഉണ്ടെന്നും എത്രത്തോളം എനിക്ക് തൈ സപ്പോർട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ EV വാഹനത്തിന് നമ്മൾ തൈ സപ്പോർട്ട് നോക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം തൈ സപ്പോർട്ട് കിട്ടില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. പക്ഷേ എനിക്കിവിടെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം തോന്നുന്നില്ല. അത് കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞാൽ ഇതൊരു ഹാർട്ടെക് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത്യാവശ്യം ലെഗ് റൂം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഹൈറ്റ്, നമുക്ക് ഫ്ലോറിൻ്റെ ഹൈറ്റ് ഒത്തിരി കൂടിയിട്ടും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ടൊന്നും കാര്യം തീർന്നില്ല. അതെ, ഇത് കണ്ടോ, നമുക്ക് ഈ സീറ്റിനെ സ്ലൈഡ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇടാനും സാധിക്കും. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ സ്ലൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം പൊസിഷൻ ഇവിടം വരെയാണ്. നമുക്ക് റിയർ സീറ്റ് ഡ്യുവൽ റിക്ലൈനിങ് വരുന്നുണ്ട്. 1,
രണ്ട് സ്റ്റെപ്പ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ ഈ ചാരിൻ്റെ സ്റ്റേജ് നമ്മൾ മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് എന്തിനിങ്ങനെ സ്ലൈഡ് ചെയ്തിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ബൂട്ട് സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ ഈ സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 40% ഫ്രീ ആയി. ഇനി ആ 40 പോരാ 60 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റും കൂടെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇത് പിടിച്ചോ, വലിച്ചാൽ മാത്രം മതി. ഇതും ഫോൾഡ് ചെയ്തു. ഇനി ഇതും പോരെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ്, അങ്ങനെ ഇപ്പം ഈ ഒരു ഫുൾ ഏരിയ, അപ്പം ഇത്രയും ഒരു ഏരിയ നമുക്ക് കവർ ആകുന്നുണ്ട്. 40-20-40 സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്തിന് ഈ ഒരു 20 പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ആംറസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആംറസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പലർക്കും ഇതിനോട് 2 യോജിപ്പുള്ള ആൾക്കാർ കാണും. ചിലർ ചോദിക്കും ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലെ ഒരു വൃത്തികേടല്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് കാണും. എന്നാൽ ചിലർക്ക് ഇത് ഭയങ്കര ഗുണമായിരിക്കും. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ബൂട്ടിനകത്ത് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ഇങ്ങോട്ട് മറിച്ചിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെ ക്യാമറി വാഹനത്തിലൊക്കെ ഏകദേശം ഇതുപോലത്തെ ഒരു ഫീച്ചറുണ്ട്. ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ ബാക്കിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയുള്ളൊരു ഫീച്ചർ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യം നല്ലൊരു രീതിയാണെന്ന് പറയാം. പിന്നെ ഞാൻ എപ്പോഴും ഒരു സെൻട്രൽ സീറ്റിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല വീഡിയോസിനകത്തും പറയുന്നൊരു കാര്യമാണ് കംഫോർട്ട് ഇല്ലായ്മ. പക്ഷേ ഇവിടെ അത്രയും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സീറ്റ് വെച്ച് നോക്കുമ്പോൾ സെൻറ്റർ ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ള നമ്മുടെ ആംറസ്റ്റ് വരുന്ന സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് കംഫോർട്ടബിലിറ്റി കൂടുതലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റും കമ്പനി ഇവിടെ 3 പേരെ ഇരുത്താൻ വേണ്ടിയിട്ട് തന്നെ 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റീഡിംഗ് ലാമ്പ് വരുന്ന LED തന്നെയാണ്. ഈ സൈഡും ഈ ഒരു സൈഡും നമുക്ക് റീഡിംഗ് ലാമ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് ഒരു ഹാൻഡിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് തീമായിട്ട് തന്നെ കാണാൻ എന്തോ ഒരു ഗുമ്മൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടൊരു സൈഡ് തന്നെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു AC വെന്റ് കാണാം. പക്ഷേ ഇവിടെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഓൺ ഓഫ് എന്നുള്ളതല്ലാതെ സ്പീഡ് കൺട്രോൾസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ താഴെ ഒരു പോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അത്യാവശ്യം ഒരു മൊബൈലൊക്കെ കയറ്റി വെച്ച് നമുക്കിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു A ടൈപ്പും ഒരു C ടൈപ്പും. കാരണം A ടൈപ്പ് പൂർണ്ണമായിട്ട് പോകാത്തതുകൊണ്ടായിരിക്കും മാരുതി ഇപ്പോഴും A ടൈപ്പ് തന്നെ ഒന്നുകൂടെ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാര്യം. ഇവിടെ ഒരു A ടൈപ്പും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു C ടൈപ്പും നമുക്ക് കിട്ടുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ നമുക്കൊരു പോക്കറ്റും കൂടെ സീറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡ്രൈവർ സൈഡിൽ അങ്ങനെ ഒരു രീതിക്കുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ നമുക്കിവിടെ 7 എയർ ബാഗുകളാണ് കിട്ടുന്നത്. കാരണം മെയിനായിട്ട് മാരുതി കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു 6 എയർ ബാഗ്സ് ആയിരുന്നു. നമുക്ക് അതുപോലെ തന്നെ 6 എയർ ബാഗ് കൂടാതെ ഒരു എയർ ബാഗ് കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. നീ എയർ ബാഗ് എന്ന് പറയുന്നത് ഡ്രൈവർ സൈഡിൽ നമ്മുടെ ഈ മുട്ടിന് താഴോട്ടുള്ള പോർഷനിൽ ഈ ഒരു പോർഷനിൽ നമുക്കൊരു നീ എയർ ബാഗ് കൂടെ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടൊയോട്ട ആയിട്ടുള്ള ടൈപ്പും കൂടെ ഉള്ളതുകൊണ്ട് ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളിൽ നീ എയർ ബാഗ്സ് വരുന്നുണ്ട്. ആ ഒരു എയർ ബാഗ് ഇതിനും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതിന് 3 വേരിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. ഡെൽറ്റ വരുന്നുണ്ട്, സീറ്റ വരുന്നുണ്ട്, ആൽഫ വരുന്നുണ്ട്. ഡെൽറ്റയാണ് ഏറ്റവും ബേസ് വേരിയന്റ് എന്ന് പറയുന്നത്. പക്ഷേ ബേസ് വേരിയന്റ് തൊട്ട് 18 ഇഞ്ചിന്റെ അലോയ് വീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. കാരണം ബേസ് വേരിയന്റിൽ പോലും 18 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ബേസ് വേരിയന്റ് എടുത്തുണ്ട്? പ്രത്യേകിച്ച് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇതിന്റെ കീയുടെ കാര്യം കൂടെ ഒന്ന് പറയാം. കീ നമ്മൾ നല്ല കണ്ട് പരിചയമുള്ള മാരുതിയുടെ വാഹനത്തിന്റെ സെയിം കീ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു കീയും വ്യത്യാസമൊന്നുമില്ല. കീ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഹാൻഡിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കീ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഏതെങ്കിലും രീതിക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കീ യൂസ് ചെയ്ത് തുറക്കാം. ഈ കീ ഫോബിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ. ഇനി ഇത് നോർമൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറർ ഫോൾഡ് ആകുന്നുണ്ട്. അൺലോക്ക് ചെയ്യുന്നു. ഇനി രണ്ടും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് അന്നും ഇന്നും ഒരുപോലെ തന്നെ മാരുതി കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. നല്ലൊരു കാര്യം. ബാക്കിലൊരു സുസുക്കിയുടെ S ലോഗോയും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹുഡും കൂടെ ഒന്ന് തുറന്ന് കണ്ടാലോ. മാരുതി ആദ്യമായിട്ട് ഇറക്കിയ ഒരു EV വാഹനമാണ്. അപ്പോൾ ഈ EV വാഹനത്തിൽ എന്തൊക്കെ രീതിക്ക് പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഹുഡ് ഏരിയാസ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യമാണ്. അപ്പം നമുക്കതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഏതായാലും ഇവിടെ ഒരു ഫ്രങ്ക് നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു ഫ്രങ്ക് പലപ്പോഴും നമ്മൾ EV വാഹനത്തിൽ കാണുന്നതാണ്, എന്നാൽ ഇവിടെ അത് മിസ്സിംഗ് ആണ്. പക്ഷേ എനിക്ക് മാരുതിയുടെ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് പക്കയാണ്. പല വാഹനങ്ങളും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാതെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുണ്ട്. ഇത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മാരുതിയുടെ വാഹനങ്ങളിൽ എടുത്തു പറയാനുള്ള ചില കാര്യങ്ങളിലൊന്നാണ്, ഇവിടെ എവിടെ നോക്കിയാലും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിന് ഒരു കുറവ് നിങ്ങൾ കാണത്തില്ല. കാരണം എല്ലാം
നല്ല പാക്ഡ് ആയിരിക്കും. ഏതൊരു വയർ നോക്കിയാലും ഏതൊരു പോർഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു രീതിക്കുള്ള നെഗറ്റീവ്സും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കേബിൾസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി ലിവറാണ് വരുന്നത്. ഏതെങ്കിലും രീതിക്ക് നമ്മുടെ പവർ സോക്കറ്റ് ലോക്ക് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ഗണ്ണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് ഊരിയെടുക്കേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു ലോക്ക് മാനുവലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് വലിച്ചു കഴിഞ്ഞാൽ തുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ പുറത്തോട്ട് കൊടുക്കുന്ന വാഹനങ്ങളുടെ ഈ സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിലാണ്, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫെൻഡറിൽ മാത്രം ഡിഫറൻസ് നമുക്ക് വരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാര്യങ്ങളും ബ്രേക്ക് ബൂസ്റ്റേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ബൂസ്റ്ററിൻ്റെ തൊട്ട് താഴെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന കാണാം. കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. വാക്യൂം അസിസ്റ്റഡ് ബ്രേക്ക് അല്ല ഇവിടെ വരുന്നത്. വാക്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട മോട്ടേഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻജിൻ കൂൾ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാറ്ററീസിനെ കൂൾ ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ വരുന്ന ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാറ്ററി ശരിക്കും രണ്ട് കണ്ടീഷനിലും, നല്ല കോൾഡ് കണ്ടീഷനും എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷനും, അതായത് -30°C തൊട്ട് 60°C വരെ ഇതിൻ്റെ ബാറ്ററി, അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി പാക്ക് വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. 2 ബാറ്ററി പാക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് 49 kWh പാക്കും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 61 kWh ബാറ്ററി പാക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൽ 49 kWh ബാറ്ററി പാക്കിന് കമ്പനി പറയുന്നത് 443 കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത്. ഈ 43 കളഞ്ഞോളൂ, 400 ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ 61 kWh 543 കിലോമീറ്ററോളമാണ് കമ്പനി റേഞ്ച് പറയുന്നത്. പക്ഷേ ഈ 543-ൽ 43 നിങ്ങൾ കളഞ്ഞോ, 500 ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്ന BYD തന്നെയാണ്. അതിലൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് അവർ പ്രൂവ് ചെയ്തൊരു ടെക്നോളജി തന്നെയാണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരായിട്ട് ഒരു പുതിയൊരു ടെക്നോളജി ആയിട്ട് വന്നതല്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ എഞ്ചിൻ റൂമിനകത്ത് കാണുന്ന ഒരു മെയിൻ ഫ്യൂസ് കേസാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഫ്യൂസിൻ്റെയും റിലേയുടെയും എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എന്തെങ്കിലും ചെറിയ ABSൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചാലോ, ഹോണിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, ഹൈയോ ലോ, ഹെഡ്ലൈറ്റിൻ്റെ വർക്കിങ്ങിൻ്റെ വല്ല പ്രശ്നം വന്നാൽ എന്തുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിലേസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് വരെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനും സാധിക്കും. ഫ്യൂസ് പുള്ളേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ദൈവത്തെ ഓർത്ത് ഇതിൽ തൊടാനോ കാര്യങ്ങളൊന്നും പോരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തന്നെ ഇത് നോക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇൻഫോം ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി ഈ വാഹനം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്കൊന്ന് വിലയിരുത്താം. എല്ലാ ഔട്ട്ലെറ്റ്സിലും അവർ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ആദ്യം തന്നെ ഇറക്കി. അതാണ് മാരുതി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തിയ ഒരു കാര്യമാണ്. ഒന്ന് ഈ പറയുന്നൊരു ചാർജിങ് സ്റ്റേഷൻസ്. ഈ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ പവർ കൂട്ടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടത്. എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. ഏകദേശം ഇപ്പോൾ കൊടുക്കുന്നതെല്ലാം 60 kWh ഇവർ ഇതിൽ നിന്ന് ഔട്ട് കൊടുക്കുന്നതാണ് ഞാൻ കേട്ടത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതുപോലെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും ഓരോ സ്ഥലത്ത് ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാനിപ്പം ന്യൂട്രൽ പൊസിഷനിൽ നിന്നും പ്രസ് ചെയ്തു തിരിച്ച് ഡ്രൈവ് മോഡിലോട്ടാക്കി. ഏതായാലും നമ്മുടെ ഫസ്റ്റ് ഡ്രൈവാണ്. ഇവിടുന്ന് നമുക്ക് പാർക്ക് മോഡ് ഒന്നെങ്കിൽ താഴോട്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്പ് തന്നെയാണെങ്കിൽ D മോഡിലാണെങ്കിൽ ആക്സിലറേറ്ററിലോട്ട് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, പൊക്കോളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡാസൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പേ അറ്റൻഷൻ ടു നിയർ ബൈ വെഹിക്കിൾസ്. ഓക്കെ, ശരി. ഇപ്പം ഞാൻ ക്രൂയിസ് കൺട്രോളാണ് ഇട്ടിരിക്കുന്നത്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. ഇതിപ്പോൾ സ്വന്തമായിട്ട് ഈ വാഹനം ഓടിക്കുകയാണ്. ലൈനൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് നോക്കാം, തിരിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്കറിയില്ല. ഏതായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം വരെയൊന്നുമില്ല, വാഹനം ഇപ്പം ചിന്തിക്ക് എങ്ങോട്ട് പോകണം. ബട്ട് മാരുതി ഒബ്വിയസ്ലി ഞാനൊന്ന് തിരിച്ചു കൊടുത്തു. കാരണം റൂട്ട്സ് ലൈൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് ഡ്രൈവ് ചെയ്തോളാം, നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. പക്ഷേ ലൈൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് അതേ പച്ചയൊക്കെ കത്തിയിട്ടുണ്ട്. പച്ച കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രശ്നമില്ല, തിരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു വിഷയമാണ്. അതില്ലെങ്കിൽ പേടാണ്. ഞാനിപ്പോൾ 31 കിലോമീറ്റർ സ്പീഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 32 കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പലപ്പോഴും കൈ പിടിക്കാതെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വഴിയിൽ വാഹനമില്ല എന്നാലും ഓക്കെ, ബട്ട് എത്രത്തോളം പ്രാക്ടിക്കലി ഓക്കെ എന്നുള്ളത് നമുക്ക് കുറേ കൂടെ ഏതായാലും ഓക്കെ. ഇപ്പം ഈ ലൈൻസ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ റോഡുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ
പല സ്ഥലങ്ങളിലും ലൈൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കും വരുന്നൊരു കുഴപ്പം ഇതിന് തന്നെ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിക്കാനും ഒക്കെ പാട് വരുന്നുണ്ട്. ഏതായാലും മാരുതിയിൽ ഫസ്റ്റ് ടൈം നമ്മുടെ ഈ അഡാസ് വരുന്നത് ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. നമുക്ക് വിക്ടോറിയസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ വാഹനമാണ് ആദ്യം തന്നെ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് വിക്ടോറിയസ് ഇറങ്ങിയത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവനെ തന്നെയാണ് പറയാൻ സാധിക്കും. റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത് 137 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നും 32%, വെറും 32% മാത്രം നമുക്കിപ്പോൾ ചാർജ് കാണിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു 32% നമുക്കൊരു 132 കിലോമീറ്റർ, അതുപോലെ തന്നെ റീജനറേറ്റീവ് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വൺ പെഡലൊന്ന് ഇട്ട് നോക്കിയാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സിറ്റി ഡ്രൈവ്സിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ, അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ള സമയത്താണ് നമുക്കിത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഞാനിപ്പം ആക്സിലറേറ്റർ എന്ന കാലെടുത്ത ബ്രേക്ക് പിടിക്കുന്ന പോലെയാണ് ഈ വാഹനം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുത്തി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് നോർമൽ ഡ്രൈവിലൊന്നും ഇത് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണ്. യെസ്, 100 കഴിഞ്ഞു. ജസ്റ്റ് അത് തൊട്ടതേ ഉള്ളൂ. അതാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കാതെ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നല്ല റോഡ് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് നമ്മൾ ഈ പറയുന്ന അക്കോസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്സൈഡ് നോയ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറവെന്ന് തന്നെയല്ല, ഒട്ടും തന്നെ കേൾക്കില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് കൈ പിടിക്കാത്തതുകൊണ്ട് സ്റ്റിയറിംഗ് കൈ പിടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ കേട്ട ഒരു സിഗ്നൽ തരുന്നത്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഡിസ്പ്ലേയിൽ അധികം വരുന്നില്ല. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ പ്ലേ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സ്റ്റിയറിങ്ങിൽ നിന്ന് തന്നെ അതിൻ്റെ കൺട്രോൾസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴാണ് അഡാസ് വേണ്ടെന്ന് വെക്കുന്ന അഡാസ് ഓഫ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനി ഓൺ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇവൻ വന്നിട്ട് സ്റ്റിയറിങ് വന്ന് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ തന്നെ, ഞാൻ തിരിക്കാം എന്നൊക്കെ ഉള്ള രീതി ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഓവറോൾ ഡ്രൈവ് ഓക്കെയാണ്. നമുക്ക് ഏതെങ്കിലും ഗട്ടർ സൈഡിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് പിടിച്ചൊന്ന് ടയർ സ്പിന്നൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. പൊളി, രക്ഷയില്ല, മാരകമാണ്. ഇതായാലും നമുക്കൊന്ന് നിർത്തിയിട്ടൊന്ന് എടുത്ത് നോക്കാം. ഞാനിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഏകദേശം ഒന്ന് 0 ആക്കാം. ഇതിപ്പം യെസ്, കറക്റ്റ് 0 ആക്കി. ഓക്കെ, ഞാനിവിടെ നിന്ന് ഫുൾ ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോർമൽ മോഡിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. യെസ്, 80 അടിച്ചു, ഫുൾ ത്രോട്ടിലായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് മോഡും കൂടെ ഒന്ന് മാറ്റി നോക്കില്ല. ഡ്രൈവ് മോഡ് ഞാനിപ്പോൾ സ്പോർട്ടാണ് ഇട്ടിരിക്കുന്നത്. കാല് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ലോ. നമുക്ക് സ്പോട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. റൈറ്റ്, യെസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ സ്പോർട്സ് മോഡാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 33 km/h ആണ്. ഞാൻ ഫുൾ ത്രോട്ടിൽ ചെയ്യാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കണം. അതായത് ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം EV ഓടിക്കുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സീറ്റിങ്ങിൻ്റെ കംഫോർട്ട് കിടു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ആ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലംബർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇലക്ട്രിക്കാണ്. ഡ്രൈവർ സൈഡ് മാത്രം, അപ്പർ സൈഡ് അല്ല. പക്ഷേ എനിക്ക് ഓവറോൾ ഡ്രൈവിംഗ് കംഫോർട്ട് സൂപ്പറാണ്. പ്രത്യേകിച്ച് ഗട്ടേഴ്സിലൊക്കെ ചാടുന്ന സമയത്താണ് നമുക്ക് അത്രയും ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ആണ് അതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം 1799 തൊട്ട് 1800 സംതിങ് തന്നെ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് വരുന്നുണ്ട്. അത് ഈ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, E4Me എന്ന് പറയും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് മൊത്തം ഓൾ ഇന്ത്യയിൽ നമുക്കുള്ള ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം എടുക്കാൻ സാധിക്കും. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് അവിടെ ഉള്ള ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം നോക്കി മനസ്സിലാക്കി നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ കേസൊന്നുമല്ല. കാരണം പ്രീ ബുക്ക് ചെയ്ത് നമുക്ക് നേരത്തെ സ്ലോട്ട് മാറ്റിയിടാൻ സാധിക്കുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടാത്തൊരു ഓപ്ഷനാണ്. നമ്മൾ പലപ്പോഴും ഒരു ചാർജിങ് സ്റ്റേഷൻ തപ്പി ചെല്ലും. അവിടെ ചെല്ലുന്ന സമയത്ത് വേറൊരാൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം മുഴുവൻ പോവായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്ലോട്ട് അവിടെ ഫ്രീ ആയിരിക്കും. അത് ഓരോ
30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ സ്ലോട്ട് വരുന്നത്. ആ 30 മിനിറ്റ്സിൽ വെച്ച് നമുക്ക് ഒരു 4 സ്ലോട്ട് എടുത്തിടാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള എത്ര സ്ലോട്ടാണോ വേണ്ടത് അത്ര സ്ലോട്ട്സ് നമുക്ക് എടുത്തിടാൻ സാധിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ഡ്രൈവ് ഡീറ്റെയിൽസും, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സായി നെക്സ തെള്ളകത്തിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിനകത്ത് വെഹിക്കിൾ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വൈപ്പേഴ്സ്, ആൻറ്റി തെഫ്റ്റ്, ഡോർ ലോക്ക്, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സ്. ഇപ്പോൾ വൈപ്പറിൻ്റെ സെറ്റിംഗ് ആണെങ്കിൽ റിയർ വൈപ്പർ ലിങ്ക് ടു ഷിഫ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഓപ്പറേഷൻ മോഡ്, നമ്മൾ റിവേഴ്സ് എപ്പോൾ ഇടുന്നു അന്നേരം അതൊന്ന് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അഡാപ്റ്റീവ് ഹൈ ബീം അത് നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ DRLൻ്റെ ഇത് ഗൈഡ് മീ ഹോം, ഗൈഡ് മീ ടു കാർ, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റി തെഫ്റ്റ്, അതായത് ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട്, നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം സെൻസിറ്റിവിറ്റി വേണമെന്നുള്ള ഇമ്പാക്റ്റ് സെൻസർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഡോർ ലോക്കിൻ്റെ എങ്ങനെ വേണമെന്നുള്ള അൺലോക്ക്, ഡോർ ലോക്ക് വെൻ കീസ് ഇൻസൈഡ്, അതായത് ഡോർ ലോക്ക് കീ ഇൻസൈഡ് ഉള്ള സമയത്ത് അത് വേണമെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണിയാണ്, സൂക്ഷിച്ചോണം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഓട്ടോ ലോക്ക്, ഓട്ടോ അൺലോക്ക്, സീറ്റ് റിമൈൻഡറിൻ്റെ അത് കീ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് തരാൻ സാധിക്കും. ഇതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. ഡിസ്പ്ലേ സ്ക്രീന് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നുള്ളത്. 3 സ്ക്രീൻ വേണമെങ്കിൽ ഇപ്പോൾ 3 സ്ക്രീനായിട്ടുള്ള സെറ്റിങ്സ് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഇത് 4 ബെൽ ലൈറ്റ്സ്, ഫ്ലോറിലെ ലൈറ്റ്സ്, ലിങ്ക് ടു ഡോറ്, ലൈറ്റ് ഓൺ ലൈറ്റ് ഓഫ് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മീറ്റർ ഡിസ്പ്ലേ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞാനത് വൈഡ് ആക്കിയിട്ടുണ്ട്. അത് മാറ്റി ഇപ്പോൾ വേണമെങ്കിൽ ക്ലാസിക് ലുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. പ്രൈസ് റേഞ്ചിങ് വരുന്ന സമയത്ത് നമുക്ക് 3 വേരിയൻസ് ആണ് വരുന്നത്. 3 വേരിയൻസിൽ ഫസ്റ്റ് വരുന്ന 49 kWh ഡെൽറ്റ വേരിയൻ്റ് ആണ്. അതിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 15,99,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ വേരിയൻ്റ് 61 kWh വരുന്നത് 17,49,000 രൂപയും, ആൽഫ 61 kWh വരുന്നത് 19,79,000 രൂപയാണ്.